അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ആദ്യം ഒന്നാമത്തെ ഭാഗം നോക്കാം, യോജിപ്പിക്കാം. താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, മുസ്തഹബിൻ്റെ മറ്റൊരു പേര്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. ജറാദ്, ത്വാഹിർ, കറാഹത്ത്, നഫ്ല്, ഖളാ, സുന്നത്ത്. അപ്പോൾ മുസ്തഹബിൻ്റെ മറ്റൊരു പേരാണ് ഏത്? നഫ്ല് എന്നുള്ളത്. അപ്പോൾ അവിടെ നഫ്ല് എന്ന് എഴുതി ചേർക്കുക. രണ്ടാമത്തെ ചോദ്യം, ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടതാണ്. അപ്പോൾ അതോട് ചോദിച്ചത് ഏതാണ്? ഖളാ ആണ്. അപ്പോൾ ഖളാ ആണ് ആസന്നമായിട്ടുള്ള നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം, അതിനാണ് എന്തു പറയുക? ത്വാഹിർ എന്ന് പറയുക. ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം ത്വാഹിർ. ഇനി നാലാമത്തെ ചോദ്യം, നജസ് അല്ലാത്ത ശവത്തിൽ പെട്ടതാണ്. നജസ് അല്ലാത്ത ശവത്തിൽ പെട്ടതാണ് ജറാദ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? ജറാദ് എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തത്, വുളൂഇൽ 3 പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ എന്താണ്? കറാഹത്താണ്. അപ്പോൾ നമ്മൾ സാധാ എല്ലാ അവയവങ്ങളും കഴുകേണ്ടത് 3 പ്രാവശ്യമാണ്. അത് 4 പ്രാവശ്യമായി പോയി കഴിഞ്ഞാൽ അത് എന്താണ്? കറാഹത്താണ്. ഇനി രണ്ടാമത്തത്, ശരി അടയാളപ്പെടുത്താം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് 3 ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ശരിയുള്ളതിന് മാത്രം എന്താക്കുക? ശരി രേഖപ്പെടുത്തുക, അടയാളപ്പെടുത്തുക. ഒന്നാമത്തത്, ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം 1 സെക്കൻഡ്, 1 ദിവസം, 7 ദിവസം. അപ്പോൾ അവിടെ 1 ദിവസം എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിൻ്റെ നേരെ എന്താക്കുക? ശരി ഇടുക. രണ്ടാമത്തത്, തയമ്മുമിൻ്റെ ഫർളാകുന്നു. അപ്പോൾ ഈ പറഞ്ഞ 3-ൽ ഏതോ ഒന്ന് മാത്രമാണ് തയമ്മുമിൻ്റെ ഫർളുള്ളത്. അപ്പം അത് മാത്രം ടിക്കിടുക. ഒന്ന് ഏതാണ്? മുഖം തടവൽ, 2 തല തടവൽ, 3 കാല് തടവൽ. അതിൽ മുഖം തടവലാണ് ശരി. അപ്പം അതിന് നേരെ എന്ത് ചെയ്യുക? ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത്, ബാങ്കിൻ്റെ ശേഷം സ്വലാത്ത് ചൊല്ലൽ ഫർള്, ഷർത്ത്, സുന്നത്ത്. അപ്പം ബാങ്കിൻ്റെ ശേഷം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അപ്പോൾ സുന്നത്തിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത്, ഫാത്തിഹയിൽ പെട്ടതാണ്. അഊദു, ബിസ്മി, വജ്ജഹ്തു. അപ്പം ബിസ്മി എന്നതാണ് ഇതിൽ ശരി. അപ്പോൾ അതിനോട് എന്താക്കുക? ബിസ്മി എന്നത് ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത്, സുബഹിൽ സുന്നത്താണ്. സുബഹി നിസ്കാരത്തിൽ സുബഹിൽ സുന്നത്താണ് ഏത്? അത്തഹിയാത്ത്, ആയത്തുൽ കുർസി, ഖുനൂത്ത്. അപ്പോൾ അവിടെ ഖുനൂത്ത് എന്നുള്ളതാണ് ശരി. അപ്പോൾ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അടുത്തത് മൂന്നാമത്തെ ഭാഗമാണ്, യോജിച്ച സ്ഥാനത്ത് എഴുതാം. അപ്പോൾ താഴെ ഓരോന്നും ബ്രാക്കറ്റിലുള്ളത് ഓരോന്നിനും യോജിച്ച സ്ഥാനത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് ഏതൊക്കെയാണ്? വുളൂഇൻ്റെ ഷർത്ത്, വുളൂഇൻ്റെ ഫർള്, വുളൂഇൻ്റെ സുന്നത്ത്. ഇത് മുഴുവൻ, ഇത് 3ഉം മിക്സ്ഡ് ആയിട്ടാണ്, കലർത്തിയിട്ടാണ് എവിടെ കൊടുത്തത്? ഈ ബ്രാക്കറ്റിൽ കൊടുത്തത്. അപ്പോൾ ഓരോന്നും ഓരോന്നിൻ്റെ സ്ഥാനത്ത് എഴുതാനാണ്. അപ്പം ആദ്യത്തെ ആ ബ്രാക്കറ്റിലുള്ളതൊക്കെ നമുക്ക് നോക്കാം. നിയ്യത്ത്, തല തടവല്, ഖിബിലക്ക് മുന്നിടുകൽ, മിസ്വാക്ക് ചെയ്യൽ, വെള്ളം തഹൂറായിരിക്കൽ, അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. അപ്പോൾ ഇതിൽ വുളൂഇൻ്റെ ഷർത്തുമുണ്ട്, വുളൂഇൻ്റെ ഫർളുമുണ്ട്, വുളൂഇൻ്റെ സുന്നത്തുമുണ്ട്. അപ്പോൾ അതൊക്കെ നേരായ കള്ളിയിൽ എഴുതാനാണ്. അപ്പം വുളൂഇൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് ഏതൊക്കെ? വെള്ളം തഹൂറായിരിക്കലും അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കലും. അപ്പം ഇത് രണ്ടും വുളൂഇൻ്റെ ഷർത്ത് എന്നതിൽ എഴുതുക. രണ്ടാമത്തെ കള്ളിയിൽ ഏതാണ്? വുളൂഇൻ്റെ ഫർളാണ്, തല തടവലും നിയ്യത്തും. അപ്പോൾ അത് രണ്ടുമാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തതിൽ നിന്ന് വുളൂഇൻ്റെ ഫർളായിട്ട് വരുന്നത്. അപ്പോൾ ആ കോളത്തിൽ തല തടവൽ പിന്നെ നിയ്യത്ത് എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത് വുളൂഇൻ്റെ സുന്നത്താണ്. അപ്പോൾ വുളൂഇൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് ഏതൊക്കെ? ഖിബിലക്ക് മുന്നിടൽ, പിന്നെ മിസ്വാക്ക് ചെയ്യൽ. അപ്പോൾ അത് രണ്ടും അവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത് ഏതാണ്? ഖുതുബയുടെ ഫർളും, ജുമുഅ സ്വഹീഹാവാനുള്ള ഷർത്തും, പിന്നെ ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തും. ഇത് 3 കാര്യങ്ങളും രണ്ടാമത്തെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും ഓരോന്നും ഓരോന്നിൻ്റെ സ്ഥാനത്ത് ഓരോന്നിൻ്റെ കള്ളിയിൽ എഴുതാനാണ്. അപ്പം ഖുതുബയുടെ ഫർള് ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റിലുള്ളത് നോക്കാം. മുസ്ലിം ആവുക,
പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കുക, ളുഹറിൻ്റെ സമയത്തായിരിക്കുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, 40 ആളെ കൊണ്ടായിരിക്കുക, പിന്നെ സ്വതന്ത്രനാവുക. അപ്പോൾ ആദ്യത്തെ ബോക്സിലുള്ളത് ഖുത്ബയുടെ ഫർളുകളാണ്. അപ്പോൾ ഖുത്ബയുടെ ഫർളുകൾ ഏതൊക്കെയാണ്? അള്ളാഹുവിനെ സ്തുതിക്കുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഇത് രണ്ടുമാണ് ഖുത്ബയുടെ ഫർളുകൾ. അപ്പോൾ ആ ഒരു കള്ളി ആ 2 കാര്യങ്ങൾ എഴുതിയിട്ട് പൂർത്തിയാക്കുക. ഇനി രണ്ടാമത്തെ ബോക്സിലുള്ളത് ജുമുഅ സ്വഹീഹാവാനുള്ള ഷർത്തുകളാണ്. അത് ഏതൊക്കെയാണ്? 40 ആളെ കൊണ്ടായിരിക്കുക, പിന്നെ ളുഹറിൻ്റെ സമയത്തായിരിക്കുക. ഇത് രണ്ടുമാണ് ജുമുഅ സ്വഹീഹാവാനുള്ള ഷർത്തായിട്ട് വരുന്നത്. അത് ആ ബോക്സിൽ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ ബോക്സിലുള്ളത് ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകളാണ്. അപ്പോൾ ഒന്ന് എന്താവണം? മുസ്ലിം ആവണം. രണ്ടാമത്തേത് സ്വതന്ത്രനാവുക. ഇത് രണ്ടുമാണ് ഹജ്ജ് വാജിബാകാനുള്ള ഷർത്തുകൾ. ഇനി നാലാമത്തെ ഭാഗം നോക്കാം, വ്യക്തമാക്കാം എന്നുള്ളതാണ്. അപ്പം അവിടെ 3 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ 3 ചോദ്യങ്ങളും വ്യക്തമാക്കിയിട്ട് എഴുതുക. ഒന്ന്, ജുമഅയുടെ അല്ലാത്ത ഖുതുബയുടെ ഷർത്ത് ഖതീബ് പുരുഷനായിരിക്കുക, അറബിയിലായിരിക്കുക. എന്താണ് അവിടെ വേണ്ടത്? അറബിയിലായിരിക്കുക എന്നാണ് അവിടെ എഴുതാനുള്ളത്. ജുമഅയുടെ അല്ലാത്ത ഖുതുബയുടെ ഷർത്ത്, ജുമയുടെ അല്ലാത്ത ഖുതുബയുടെ ഷർത്താണ് ഏതൊക്കെ? ഖതീബ് പുരുഷനായിരിക്കണം, അറബിയിലായിരിക്കണം. ഇനി അടുത്തത് രണ്ടാമത്തത്, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഉത്തമമായ സമയം ഏതാണ്? പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ്. ഇനി മൂന്നാമത്തെ ചോദ്യം, നോമ്പിൻ്റെ ഫർളുകൾ. ഒന്നേതാണ്? നിയ്യത്ത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ വർജിക്കുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ഇനി അഞ്ചാമത്തത്, ക്രമത്തിൽ എഴുതാം. അപ്പോൾ താഴെ കൊടുത്തതൊക്കെ ക്രമം തെറ്റിയിട്ടാണ്, അപ്പം ക്രമത്തിൽ എഴുതാം. ഒന്നാമത്തത് മത്വഹറത്തുൻ ലി റബ്ബി, രണ്ടാമത്തത് ലിൽ ഫമി അസ്സിവാക്കു മർലാത്തുൻ. അപ്പം അത് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെ വരും? യോജിപ്പിച്ച് എഴുതുമ്പോൾ അത് ക്രമത്തിൽ എഴുതുമ്പോൾ അസ്സിവാക്കു മത്വഹറത്തുൻ ലിൽ ഫമി മർലാത്തൻ ലി റബ്ബി എന്ന് വരും. രണ്ടാമത്തത് അസ്വലാത്തു അഹദുക്കും ഇദാ ഹളറത്തി ഫൽയുഅദ്ദിൻ ലക്കും. അപ്പം അത് ക്രമത്തിൽ എഴുതുമ്പോൾ ഇദാ ഹളറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും എന്നാണ്. ഇനി ആറാമത്തെ ഭാഗം നോക്കാം, ഒറ്റ വാക്കിൽ എഴുതാം. ഒന്ന്, ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു തവണ മാത്രം വാജിബുള്ള അമലാണ് ഉംറ. അപ്പോൾ അവിടെ ഉംറ എന്ന് എഴുതുക. രണ്ടാമത്തത്, ഫർള് നോമ്പിന് ഫജ്റിന് മുമ്പായി നിയത്ത് ചെയ്യൽ വാജിബാണ്. അപ്പോൾ അവിടെ വാജിബ് എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത്, കാരണം കൂടാതെ സക്കാത്തുൽ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ അതെന്താണ്? ഹറാമാണ്. ഒരു കാരണവുമില്ലാതെ സക്കാത്തുൽ ബദൻ എന്താക്കുക? പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാമാണ്. ഇനി നാലാമത്തത്, റമദാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് തറാവീഹ്. അപ്പം ഏഴാമത്തെ ഭാഗം നോക്കാം, പൂർത്തിയാക്കാം. ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ ഡാഷ് കൂടാതെ ഡാഷ് നിസ്കരിക്കുന്നവരായിരുന്നു. അപ്പം അതെങ്ങനെ പൂരിപ്പിച്ച് എഴുതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവരായിരുന്നു എന്ന് വരും. രണ്ടാമത്തത്, റബ്ബന ലക്കൽ ഹംദു ഡാഷ് അസ്സമാവാതി ഡാഷ് വമിൽ മാ ശിഅ്ത മിൻ ഡാഷ് ബഅദ്. അപ്പം അത് പൂർത്തിയാക്കി എഴുതുമ്പോൾ റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ മാ ശിഅ്ത മിൻ ഷൈഇൻ ബഅദ് എന്ന് വരും. ഇനി അടുത്തത് മൂന്നാമത്തത്, 5 ഒട്ടകത്തിന് ഡാഷ് 30 ഡാഷ് 1 വയസ്സുള്ള ഒരു കുട്ടിയും ഡാഷ് ആടിന് ഒരാടും ഡാഷ് നൽകണം. അപ്പം അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ 5 ഒട്ടകത്തിന് ഒരു ആടും 30 പശുവിന് 1 വയസ്സുള്ള ഒരു കുട്ടിയും 40 ആടിന് ഒരാടും സക്കാത്തായി നൽകണം. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗം 8ാമത്തെ ഭാഗമാണ്, ഉത്തരം എഴുതാം. ചോദ്യം 1, നിസ്കാരത്തിലെ ഖൗലിയായ ഫർളുകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ, തശഹുദ്, സ്വലാത്ത്, സലാം. ഇതൊക്കെയാണ് നിസ്കാരത്തിലെ ഖൗലിയായ ഫർളുകൾ.
രണ്ടാമത്തെ ചോദ്യം ജംഉ തഖ്ദീം എന്നാൽ എന്ത്? ഉത്തരം അസ്ർ ളുഹറിൻ്റെയും ഇശാ മഗ്രിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ചു നിസ്കരിക്കൽ. ഇതിനാണ് എന്ത് പറയുക? ജംഉ തഖ്ദീം എന്ന് പറയുക. മൂന്നാമത്തത് ഹജ്ജിൻ്റെ മീഖാത്തുകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? യലംലം, ദുൽഹുലൈഫ, ജുഹഫ, ഖർനുൽ മനാസിൽ, ദാത്തു അഗിറക്ക്. അപ്പം ഈ സ്ഥലങ്ങളൊക്കെയാണ് ഹജ്ജിൻ്റെ മീഖാത്ത് പെട്ടത്. ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.